ഇനി ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ ഗുരുജിക്ക്. കാരണം ഈ സ്പിരിച്വലി ഉള്ള അനുഭവങ്ങൾ ഉണ്ടാവും. അല്ലാതെ ഈ രോഗങ്ങളുമായിട്ട് വന്ന ആൾക്കാര് സുഖപ്പെട്ടു പോയതിൻ്റെ അപ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളിലൂടെ പോയിട്ടുണ്ടാവും. അപ്പോൾ വളരെ ടച്ചിങ് ആയിട്ടുള്ള വളരെ സന്തോഷം തോന്നിയ എന്തെങ്കിലും ഒരു അനുഭവം ഷെയർ ചെയ്യാൻ പറഞ്ഞാല്? എൻ്റെ ആ ഒരു മുന്നിൽ വരുന്നത് ഇതുവരെ ഈ മെഡിസിൻ പരാജയപ്പെട്ട് വലിയ വലിയ ബ്രാൻഡഡ് ഹോസ്പിറ്റലുകളൊക്കെ പറയും, നോക്ക് ഇനി നമുക്കൊന്നും ചെയ്യാനില്ല ചെയ്യാനില്ല. എന്ന് പറയുമ്പോൾ ഇവർ പിന്നെ എവിടെ പോകും? അപ്പോഴാണ് ചില സമയങ്ങളിൽ അവർ ഒരു ജ്യോത്സ്യനെ അന്വേഷിച്ച് പോകും. ഉഹും. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ മന്ത്രവാദിയെ അന്വേഷിച്ച് പോകും. ഇല്ലെന്നുണ്ടെങ്കിൽ അവരൊരു യോഗിയെ അന്വേഷിച്ച് പോകും. അപ്പോൾ ഇവിടെ ഞാൻ ഈ മൂന്നാമത്തെ കാറ്റഗറിയിലാണ് വരുന്നത്. പക്ഷേ ഞാനത് ഒരു യോഗ മാത്രമായിട്ടല്ല, യോഗ തെറാപ്പി മാത്രമായിട്ടല്ല ചെയ്യുന്നത്. ഞാനത് ഒരു പിന്നെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഹെൽത്ത് സെൻ്ററായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇതൊരു NABH ഹോസ്പിറ്റലാണ്. ഉഹും. എല്ലാ ഹോസ്പിറ്റലുകൾക്കും ഇപ്പോൾ നാഷണൽ അക്രഡിറ്റേഷൻ ഉണ്ട്. ഉം. അതാണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഹോസ്പിറ്റൽ എന്ന് ഓക്കെ. പറയുന്ന ഓക്കെ. NABH. ആഹാ. അതിന് കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയാസ് ഉണ്ട്. ക്രൈറ്റീരിയസ് ഉണ്ട്. നമ്മളത് ഫുൾഫിൽ ചെയ്തേ മതിയാവൂ. ഉം. പിന്നെ ഓൺലൈൻ രജിസ്ട്രേഷനൊക്കെയാണ്. പിന്നീട് അത് പേഴ്സണൽ വെരിഫിക്കേഷനും ഉണ്ട്. എ ഉം. ടീം ഓഫ് ഡോക്ടേഴ്സ് വിൽ കം. ഉം. അവർ ഉം. പറഞ്ഞ രീതിയിലുള്ള എല്ലാ ഉണ്ടോ ഇത് ചെക്ക് ചെയ്യും. ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഈ അത് നമ്മുടെ പൗരാണിക ശാസ്ത്രത്തിൻ്റെ ചികിത്സാ സംവിധാനം എന്ന് പറയുന്നത് ഈ മരുന്നും മന്ത്രവുമാണ്. അതായത് മനസ്സിനെയും ശരീരത്തെയും കൂടി ഒരുമിച്ച് കെയർ ചെയ്താലേ ഒരു ക്യൂർ, ഹീലിംഗ് സാധ്യമാവുകയുള്ളൂ. അവിടെ ഞാൻ ചെയ്യുന്നത് മനസ്സിൻ്റെ ഭാഗവും മന്ത്രഭാഗവും, എനിക്ക് നല്ലൊരു ടീം ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്. ഉം. അവർ മരുന്നിൻ്റെ ഭാഗവും കൂടി ചെയ്യും. അത് ശരി. അപ്പോൾ ഇത് രണ്ടും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആണ് നമുക്ക് ഈ റിസൾട്ട്. പൂർണ്ണമായ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ മരുന്ന് പരാജയപ്പെടുന്നിടത്ത് പിന്നെ മറ്റ് ചികിത്സാ സംവിധാനങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. ഉം. അവിടെയാണ് മന്ത്രഭാഗം വിജയിച്ചു വരുന്നത്. ഉം. അപ്പോൾ പരിപൂർണമായിട്ടുള്ള ഒരു ചികിത്സാ സംവിധാനമാണ് നമുക്ക് ആവശ്യവും. ഉം. അതാണ് ഞാനിപ്പോൾ ഒരു സാമ്പിളായിട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉം. എല്ലാ രോഗങ്ങളും നമ്മുടെ മുന്നിൽ വന്ന് വിജയിച്ചു പോകുന്നത് കൊണ്ട് ഉം. എനിക്കങ്ങനെ എടുത്തു പറയാനായിട്ട് ഒരു അവസ്ഥയില്ല. ഉം. അപ്പോൾ മനുഷ്യൻ്റെ സന്തോഷം, അവൻ്റെ രോഗമുക്തി കാണുമ്പോൾ ഒരു വളരെ നല്ല സുഖമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാമല്ലോ, ഒരല്പം നിരാശാജനകമാണത്. ഉം. എനിക്ക് ഈ ബാഹ്യമായി കാണുന്ന സുഖവും ദുഃഖവും ഉം. വലുതായിട്ട് എഫക്റ്റ് ചെയ്യാറില്ല. അതിൻ്റെ ഒരു ബാഹ്യമായിട്ട് നോക്കിയാൽ, പ്രകൃതിയാൽ നോക്കിയാൽ ഒരു പരിമിതിയാണ്. എന്നാൽ ആത്മീയപരമായി നോക്കിയാൽ അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അതായത് ഡിറ്റാച്ച്ഡ് ആണ് എന്നാണോ പറയുന്നത്? യെസ്. ഭഗവത്ഗീത നമ്മളിപ്പോൾ പൊതുവേ ഇന്ത്യയുടെ ഒരു ആധികാരിക ഗ്രന്ഥം എന്ന് പറയുന്നത് ഭഗവത്ഗീതയാണ്. അതിൽ ശരിക്കുള്ള യോഗി ലക്ഷണം പറയുന്നുണ്ട്. ഉം. സമശത്രൗച മിത്രൗച ഉം. തഥാ മാന അപമാനയോ ഉം. ശീത ഉഷ്ണ സുഖദുഃഖേഷു സമസംഗവിവർജിത എന്നാണ്. ഉം. ഉം. അതായത് നിങ്ങൾക്ക് സ്വതന്ത്രമായ മുക്തമായ ഒരു ജീവിതമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ അറ്റൈൻ ചെയ്യേണ്ടത് സമശത്രൗച മിത്രൗച, ഉം. ശത്രുവിനെയും മിത്രത്തെയും ഒരുപോലെ കാണാൻ കാണാൻ. കഴിയണം, സ്നേഹിക്കാൻ കഴിയണം. തഥാ മാന അപമാനയോ, മാനവും അപമാനവും അതുപോലെ തന്നെ. ഉം. ശീത ഉഷ്ണ ഉം. സുഖ ചൂടും ദുഃഖ, തണുപ്പും. ഉം. സുഖവും ദുഃഖവും സമസംഗവിവർജിത, നിങ്ങളിത് രണ്ടും ബാധിക്കരുത്. ഉം. തുല്യനിന്ദ സ്തുതിർ മൗനി, ഉം. നിങ്ങളെ സ്തുതിച്ചാലും നിന്ദിച്ചാലും ഉം. മിണ്ടാതിരിക്കാൻ കഴിയണം, ഉള്ളിൽ പോലും അത് എഫക്റ്റ് ചെയ്യരുത്. അങ്ങനെ ഒരാളാണ് മുമുക്ഷു എന്ന് പറഞ്ഞാൽ മുക്തനായവൻ, മുക്തനായ. യോഗി. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സാധാരണ മനുഷ്യർക്ക് വലുതെന്ന് തോന്നുന്നത് തോന്നുന്നു. വലുതായിട്ട് അങ്ങനെ തോന്നാറില്ല. എല്ലാം ഒരേപോലെയാണ് യെസ്. ഫീൽ. ചെറുതെന്ന് തോന്നുന്നതും ചെറുതായിട്ട് തോന്നാറുമില്ല. ഇപ്പോൾ ഒരു പുൽക്കൊടിക്ക് പോലും അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു റോള് ഈ പ്രപഞ്ചത്തിലുണ്ട്. അതൊരു പർവ്വതത്തിനും പുൽക്കൊടിക്കും ഒരേ റോള് ഈ സൃഷ്ടിയുടെ മുന്നിലുള്ളൂ. ഉം. പിന്നെ ഇതിൽ ഏതാണ് ശരിയും തെറ്റും, ഏതാണ് വലുതും ചെറുതും എന്നൊരു ചോദ്യം, അതെൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ അനുഭവത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഈ തരം ചോദ്യങ്ങൾ വലുതായിട്ട് എന്നെ സ്വാധീനിക്കുന്നില്ല. അവിടെ വരുന്ന എല്ലാ രോഗവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോ ഇമ്മ്യൂൺ സ്റ്റേജാണ്. വേർ
modern medicine is failing and their intimacy is giving a wonderful result. അപ്പോൾ എല്ലാവരും സന്തോഷത്തിലാണ് പോണത്. പിന്നെ പലരും പറയാറുണ്ട്, ഇവിടത്തെ പട്ടിയും പൂച്ചയും വരെ സന്തോഷിക്കുകയാണെന്ന് തോന്നുന്നു. യെസ്, ആ ഒരു പൂർണ്ണതയുടെ വൈബ്രേഷൻ അവിടെ ഉണ്ട്. അവിടെയുണ്ട്. അത് വരുന്നവർക്കൊക്കെ അത് അനുഭവപ്പെടുന്നുണ്ട്. ദിസ് ഈസ് വാട്ട് മോഡേൺ സയൻസ് ഓൾസോ സേസ്. മൈൻഡ് ഈസ് കണ്ടേജിയസ്. Yeah. നമ്മുടെ മനസ്സ് യഥാർത്ഥത്തിൽ ഒരു എന്താണ് പകർച്ചവ്യാധി പോലാണ്. ഉം, ഉം. എൻ്റെ മനസ്സ് മുക്തവും ശുദ്ധവും സന്തോഷവുമായിരുന്നാൽ എൻ്റെ അടുത്ത് വരുന്നവർക്ക് ആ വൈബ്രേഷൻ കിട്ടും. എന്നാൽ എൻ്റെ മനസ്സ് വിക്ഷുബ്ധമായിരുന്നാൽ, സങ്കടത്തിൽ അമർന്നിരുന്നാൽ അത് അവരിലേക്കും കിട്ടും. ഇതിപ്പോൾ മോഡേൺ സയൻസ് തെളിയിച്ചിട്ടുണ്ട്. യു ആർ വാട്ട് യു തിങ്ക് എന്നാണ്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, നിങ്ങൾ എന്താണോ അറിയുന്നത്, അതാണ് നിങ്ങൾ. ഇപ്പോൾ ഈ മാഗ്നറ്റോമീറ്റർ എന്ന് പറയുന്ന ഒരു മെഷീനുണ്ട്. ഉം. നേരത്തെ ഈ ഊർജ്ജതലത്തെ കണ്ടുപിടിക്കാനായിട്ട് മെഷീൻ അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രം ശ്രമിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ നാട്ടിൽ ഓറ എന്ന് പറയും. ഉം. അതായത് കരിസ്മ, ഓറ. യെസ്, അതായത് ഒരു ധ്യാനിച്ച് സന്തോഷത്തിൽ നിൽക്കുന്ന ഒരാളിൻ്റെ ദേഹത്ത് ഒരു പ്രത്യേക ചൈതന്യം ഉണ്ട് എന്ന് പണ്ട് ഗുരുക്കന്മാർ പറഞ്ഞിരുന്നു. ഉം. അത് ആർട്ടിസ്റ്റുകൾ അത് കേട്ടിട്ട് അവർ വരച്ചു വച്ചു, ഉം. ഒരു പ്രഭാമണ്ഡലമൊക്കെ വരച്ചു വച്ചു. ഉം. അപ്പോൾ മോഡേൺ സയൻസ് പറഞ്ഞു ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണെന്ന്. എന്നാൽ ആദ്യം ഒരു റഷ്യൻ ക്യാമറ കണ്ടുപിടിച്ചു, ഉം. കിർലിയൻ ക്യാമറ. ഉം. ഈ കിർലിയൻ ക്യാമറ വെച്ചിട്ട് ഈ ശരീരത്തിലുള്ള ഊർജ തരംഗങ്ങളെ ഉം. അവർ ശരിക്കും ക്യാപ്ചർ ചെയ്തു, അത് ഫോട്ടോ ആക്കി. ഉം. അതാണ് ആദ്യമായിട്ട് ഈ എനർജി ബോഡിയെ കണ്ടെത്തിയ ക്യാമറ. ഇൻറ്റിമസിയിൽ അതുണ്ട്. അത് ശരി. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സയൻസാണ്. ആ. ഇത് വെച്ചിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ഊർജ്ജ നിലയെ ഈ ക്യാമറ ക്യാപ്ചർ ചെയ്ത് കാണിക്കും. ഉം. എന്നിട്ട് ശരീരത്തിൻ്റെ ചക്രങ്ങളെ, ഉം. നമ്മുടെ യോഗയിലുള്ള 7 ചക്രങ്ങളുടെ പൊസിഷൻ ഈ ക്യാമറ കാണിക്കും. അത് ശരി. എന്നിട്ട് ഈ പൊസിഷൻ്റെ മാറ്റത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ ആന്തരിക അവയവങ്ങളിൽ ഏതിൽ എനർജി കൂടുതൽ, ഏതിൽ എനർജി കുറവ് എന്ന് ഈ ക്യാമറ കാണിക്കും. എന്നിട്ട് അത് ശരിക്കൊരു മെഡിക്കൽ എയ്ഡായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഉം. പക്ഷേ പറ്റാത്ത എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ ആധുനിക ശാസ്ത്രത്തിന് അവരുടേതായിട്ടുള്ള ചില Limit. ശാഠ്യങ്ങളുണ്ടല്ലോ. ഓ ഓ. അതുകൊണ്ടാണ് ദേ ആർ നോട്ട് ഇൻക്ലൂസീവ്. യാ. അപ്പോൾ അത് അങ്ങനെ വിട്ടേക്കുക. പക്ഷേ ഇത് നമ്മുടെ ഈ പാരമ്പര്യ ശാസ്ത്രവുമായിട്ട് 100% ചേർന്ന് നിൽക്കുന്ന ഒരു ആധുനികമായ കണ്ടെത്തലാണ്. അടുത്തത് വന്നതാണ് മാഗ്നറ്റോമീറ്റർ. ഉം. ഇപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. ഉം. ഈ മാഗ്നറ്റോമീറ്റർ വെച്ചിട്ട് ഞാൻ ഈ ദേഹത്തെ ഇപ്പോൾ അളന്നാൽ അവർ കണ്ടെത്തിയത് ഈ തലയോട്ടിയിൽ നിന്ന് 2 ഇഞ്ച് അകലത്തിൽ ഉം. എനർജി വൈബ്രേറ്റ് ചെയ്യുന്നത് കാണുന്നു. അതേ എനർജി നിങ്ങളുടെ ചിന്തകൾ മാറുമ്പോൾ ഇത് വൈബ്രേറ്റ് ചെയ്യുകയും അതിന് വേരിയേഷൻ വരികയും ചെയ്യുന്നു. ഹൃദയത്തിൽ നിന്ന് അത് പോകുന്നത് 6 അടി ദൂരെയാണ്. 6 അടി ദൂരത്തിൽ നമ്മുടെ വേറൊരു ദേഹം നിൽപ്പുണ്ട്. പണ്ട് പ്രാണമയ കോശം ഇങ്ങനെ വികസിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പഞ്ചകോശങ്ങൾ, അന്നമയം, ദ ടാഞ്ചബിൾ ബോഡി, പ്രാണമയം, എനർജി ബോഡി, മനോമയം, മെൻ്റൽ ബോഡി, വിജ്ഞാനമയം, ഇൻ്റലക്ച്വൽ ബോഡി, ആനന്ദമയം, സ്പിരിച്വൽ ബോഡി. ഇങ്ങനെ 5 കോശങ്ങളുണ്ടെന്ന് ആയുർവേദത്തിലും യോഗയിലും എഴുതി വച്ചിട്ട് എത്ര 1000 വർഷങ്ങളായി. ആധുനിക ശാസ്ത്രം കണ്ണിന് കണ്ടാലല്ലേ മനസ്സിലാവൂ, വിശ്വസിക്കൂ. അവർ മെഷീൻ ഉപയോഗിച്ചപ്പോൾ അത് കണ്ടപ്പോൾ മാഗ്നറ്റോമീറ്റർ വച്ചിട്ട് ഇതവർ കണ്ടെത്തി. അപ്പോൾ ഇത് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ തലച്ചോറിൻ്റെ 60 ഇരട്ടി പവർഫുള്ളായിട്ടാണ് നമ്മുടെ ഹൃദയ വികാര തരംഗങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് ഇൻഫ്ലുവൻസ് ചെയ്യില്ലേ? തീർച്ചയായും. അപ്പോൾ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ടിങ്ങനെ ത്രസിക്കുമ്പോൾ എൻ്റെ ചുറ്റും മുന്നിൽ 6 അടി അകലത്തിൽ വരുന്നവന് ഈ എനർജി കിട്ടും. കിട്ടും. സോ ഇഫ് യു ആർ ഹാപ്പി യു ക്യാൻ മേക്ക് എവരിബഡി ഹാപ്പി, ഇല്ലേ? ഇതാണ് മനസ്സിൻ്റെ ശക്തി. ഇത് നമ്മുടെ കേന്ദ്രത്തിൽ എല്ലാവരും ഇങ്ങനെ സുഖവും സന്തോഷവും അനുഭവിക്കുമ്പോൾ ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് കളക്റ്റീവ് എനർജി, യാ. ഇല്ലേ? ഇപ്പോൾ ഒരു അമ്പലത്തിൽ പോകുമ്പോൾ, വിക്ഷുബ്ധമായ മനസ്സോടെ ഒരാൾ അമ്പലത്തിൽ പോകുമ്പോൾ അവനൊരു ആശ്വാസം കിട്ടും. പിന്നെ അത് ക്രിസ്ത്യനാണെങ്കിൽ അവൻ ക്രിസ്ത്യൻ പള്ളിയിൽ പോകുമ്പോൾ കിട്ടും, മുസ്ലിം ആണെങ്കിൽ അവൻ്റെ മോസ്കിൽ പോകുമ്പോൾ കിട്ടും, സിഖ് ആണെങ്കിൽ അവൻ്റെ ഗുരുദ്വാരയിൽ പോകുമ്പോൾ കിട്ടും. എന്തുകൊണ്ടാണ്? അവൻ്റെ വിശ്വാസമാണ് അവനെ മുന്നോട്ട് നയിക്കുന്നത്. എന്നിട്ട് ഈ പിന്നെ സമാന ചിന്താഗതിക്കാരായ ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന സ്ഥലം, ഈ എനർജി അവരവിടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ദർ ഈസ് എ കളക്റ്റീവ് എനർജി. ആ എൻവയോൺമെൻറ്റിൽ ഇവൻ ചെന്ന് കയറുമ്പോൾ എന്ത് പറ്റും?
ആ എനർജി അവനെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ സട്ടിൽ ബോഡി ഈസ് ദെയർ ഉം. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഷോൺ ആൻഡ് പ്രൂവൺ ഉം. ബൈ മോഡേൺ എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ പൗരാണിക ശാസ്ത്രത്തിനെ നമ്മൾ കളയേണ്ട കാര്യമില്ല. അതിനെ ആധുനികതയുടെ ആ ഒരു Merge ആ, ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലേ? അതിനെ അവലംബമാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതാണ് ഇന്നത്തെ മനുഷ്യന് വേണ്ടത്. ഹീ കനോട്ട് ഗോ ബാക്ക് ടു ഫോറസ്റ്റ്. നമുക്ക് കാട്ടിൽ പോയി ഇനി ജീവിക്കാൻ പറ്റില്ല. പറ്റില്ല. പക്ഷേ കാട്ടിലെ ജീവിതം മറന്നുകൊണ്ട് ഇപ്പോൾ ജീവിക്കാനും പറ്റില്ല. ആ. അപ്പോൾ കാട്ടിലെ ആ ഒരു പിന്നെ നമ്മുടെ ഉണ്മയെ, റൂട്ട്സിനെ ഒന്നും നമുക്ക് തള്ളിക്കളയാൻ യെസ്, പറ്റില്ല. ആ റൂട്ടിനെ ഉള്ളിൽ തെളിച്ചുകൊണ്ട് ആധുനികതയുടെ എല്ലാ കാര്യങ്ങളെയും അഡോപ്റ്റ് ചെയ്താൽ യു ക്യാൻ ഹാവ് എ കംപ്ലീറ്റ് ഹാപ്പി ബട്ട് ഡിറ്റാച്ച്ഡ് ലൈഫ്. ഉം. അപ്പോൾ അവിടെ വരികയാണെങ്കിൽ യു ക്യാൻ മാസ്റ്റർ ദ സ്ട്രെസ് ബൈ ദിസ് ഐഡിയ. ഉം. മനസ്സ് പിടിവിട്ട് കുട്ടികളാണ് വരുന്നത്. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. മരുന്ന് കഴിച്ച് മടുത്ത് ഗുരുജി അല്ലെങ്കിൽ സ്വാമി അല്ലെങ്കിൽ അങ്കിളെ ആ മരുന്ന് കഴിക്കുമ്പോൾ പിന്നെ എനിക്ക് എന്നോട് തന്നെ ഒരു ചെയ്യാൻ പറ്റില്ല. ദേഷ്യമാണ്. വെറുതെ ഇങ്ങനെ Drowsy കിടക്കാനേ ആയിട്ടിരിക്കും. പറ്റൂ. ഇങ്ങനെ ആ കുഞ്ഞിൻ്റെ ഒരു നിസ്സഹായാവസ്ഥ, അതിനെ ആഹാരവും മാറ്റി ബ്രീത്തിങ് എക്സസൈസും പറഞ്ഞു കൊടുത്ത് 2 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ച കഴിഞ്ഞ് ഈ കുട്ടി വന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയും, അങ്കിളെ നല്ല വ്യത്യാസമുണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന നമുക്കൊരു ഒരു ഒരു സന്തോഷമുണ്ടല്ലോ. ഇതിങ്ങനെ സ്ഥിരമായി വരുന്നതാണ്.